സുഹൃത്തുക്കളെ, ഞാനിന്ന് കൊപ്പം തിരുവേഗപ്പുറ റോട്ടിൽ ആയിരനെല്ലൂർ മലയിലാണ്. ആയിരനെല്ലൂർ മലയിൽ തുലാമാസം 1-ാം തീയതി ആയിരനെല്ലൂർ മല കയറ്റം. പതിനായിരക്കണക്കിന് ആൾക്കാർ, ക്ഷേത്രവിശ്വാസികൾ നാരായണത്ത് ഭ്രാന്തനെയും ദേവിയെയും കാണുന്നതിന് വേണ്ടി ഈ മല കയറുന്നു. വേദഗ്രാമമായ തിരുവേഗപ്പുറയിൽ വേദപഠനത്തിനായി വന്നു ചേർന്ന നാരായണത്വ ഭ്രാന്തന് മലയിൽ വെച്ച് തുലാമാസം 1-ാം തീയതി ദേവീ ദർശനം ഉണ്ടാവുകയും തതവത്സരം സമക്ഷമുള്ള മലര്, കദളി എന്നിവ നിവേദിക്കുകയും സംപ്രീതയായ ദേവി ഭ്രാന്തനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവിടെ ദേവീപാദം പതിയുകയും കാലാന്തരം വറ്റാത്ത ഒരു നീരുറവയായി ഭവിക്കുകയും ഉണ്ടായി. തത്പാദത്തിൽ തുടർന്ന് മലരും കദളിയും മറ്റ് പൂജാദികളും അർപ്പിച്ച് ആരാധന നടത്തിവരുന്നു. ഇന്നും ഇത് പ്രധാന വഴിപാടായി നടത്തിവരുന്നു. ദേവീ ദർശന ദിവസത്തെ മുൻനിർത്തി വിശ്വാസികൾ മല കയറുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പുകളാണ്. 277 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തണമെങ്കിൽ. മറുവശത്ത് കാട്ടിലൂടെയുള്ള വഴി വേറെയുണ്ട്, കല്ലും മുള്ളും നിറഞ്ഞ വഴി വേറെയുണ്ട്. ഇതുവഴി വരുമ്പോൾ 277 സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് അടക്കം 277 സ്റ്റെപ്പ്. നടുവട്ടത്തുനിന്നും കൂരാച്ചിപ്പടി എടപ്പലം വഴിക്ക് വരുമ്പോഴാണ് ഈ സ്റ്റെപ്പ് കയറി വരിക. 1-ാം തീയതിപ്പടിയിൽ ബസ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആ കുന്ന് കയറിയിട്ടാണ് വരേണ്ടത്. പ്രായമായവരും അസുഖങ്ങളുള്ളവരൊക്കെ ആ വഴി വരുന്നത് വലിയ ദുർഘടം പിടിച്ച ഒരു പാതയാണ്. ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മഴ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ആകെ ചളി നിറഞ്ഞിട്ട് വഴിക്ക് വീഴാനൊക്കെ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇന്നിപ്പോൾ തിരക്കില്ലാത്ത ദിവസമാണ്. 1-ാം തീയതി ആയിട്ടില്ല. നാളെയാണ് ശനിയാഴ്ച. നാളെയാണ് 1-ാം തീയതി. 1-ാം തീയതി എന്ന് പറയുമ്പോൾ പാതായ്ക്കര മനക്കിൽ താലപ്പൊലിക്ക് തുടക്കം കുറിക്കുകയാണ്. പാട്ട് കൂറയിടുകയാണ്. കുറച്ച് കാലമായിട്ട് പാതാക്കര മനക്കിൽ താലപ്പൊലി കൊണ്ടാടാറില്ലായിരുന്നു. ഈ പ്രാവശ്യം പാതായ്ക്കര മനയിൽ 30 കളമ്പാട്ടും കളമ്പാട്ടിനോടനുബന്ധിച്ചിട്ട് നവംബർ 16-ന് ഗംഭീര താലപ്പൊലി ഉണ്ടായിരിക്കുമെന്ന് ഈ വേളയിൽ ഞാൻ എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുകയും ചെയ്യുന്നു. 3 ആനകൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും 2 ആന ഉറപ്പാണ്. പിന്നെ വേല എല്ലാം ഉണ്ട്. നിങ്ങളെവരെയും ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് പാതായ്ക്കര എന്ന സ്ഥലത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു, എൻ്റെ തട്ടകത്തിലേക്ക്.
സുഹൃത്തുക്കളെ, ഇന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞ ദിവസമല്ലേ? നാളെയാണ് കാര്യമായിട്ട് മല കയറ്റം. അപ്പം ഇന്ന് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നപ്പോൾ കുന്നംകുളത്ത് നിന്ന് വന്നതാണ്. വാസുവേട്ടൻ പേര്, കാട്ടകാമ്പൽ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ മകനും മരുമകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഈ കയറ്റം കയറിയിട്ട് വന്നപ്പോഴേ ക്ഷീണിച്ചപ്പോൾ ഒന്ന് വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തെയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പടി ഇറങ്ങട്ടെ. ഓക്കെ. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ.